നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് തേടിയെത്തിയ നവജോത് സിംഗ് സിദ്ധുവിന്റെ പ്രസംഗം പ്രവർത്തകരെ ആവേശത്തിലാക്കി. യുവ നേതാവായ ഷാഫി പറമ്പിലായിരുന്നു നവജോത് സിംഗ് സിദ്ധുവിന്റെ പരിഭാഷകൻ. സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പരിഭാഷകന്റെ റോളിലായിരുന്ന ഷാഫി പറമ്പിൽ സിദ്ധുവിനൊപ്പം തന്നെ ആവേശത്തിലായിരുന്നു. പരിഭാഷകന്റെ ആവേശം മനസ്സിലാക്കിയ സിദ്ധു വാക്കുകൾ കൊണ്ട് സിക്സറുകൾ പായിച്ചു. BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ ആരോപണങ്ങളും പരിഹാസങ്ങളും നിറഞ്ഞതായിരുന്നു സിദ്ധുവിന്റെ പ്രസംഗം. പ്രാസംഗികനെ വെല്ലുന്ന രീതിയിലായിരുന്നു ഷാഫിയുടെ പരിഭാഷ. പലപ്പോഴും ഷാഫിയുടെ പരിഭാഷയുടെ ആവേശം കണ്ട് സിദ്ധു വരെ മതിമറന്ന് കൈയടിച്ചു. മോദിയുടെ വാഗ്ദാനങ്ങൾ ഉള്ളുപൊള്ളയായ മുള പോലെയാണെന്ന് നവജോത് സിംഗ് സിദ്ധു പറഞ്ഞു. വാഗ്ദാനങ്ങൾക്ക് മുള പോലെ വലിയ നീളമുണ്ട്, പക്ഷെ അവ പൊള്ളയാണ്. ബാങ്കുകളെ കബളിപ്പിക്കുന്ന കോർപ്പറേറ്റുകൾ പുറത്തു വിലസുമ്പോൾ കാർഷിക കടമെടുത്ത കർഷകർ ജയിലിലേക്ക് പോവുകയാണ്. മോദി രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. 5 വർഷത്തിനിടെ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ്. 10 രൂപയുടെ പേന വാങ്ങിയാലും ബില്ല് വേണമെന്ന് പറയുന്നവർ റഫേൽ ഇടപാടിലെ ബില്ല് പുറത്തുവിടുന്നില്ല. ഉന്നയിച്ച ആരോപണങ്ങളിൽ തുറന്ന സംവാദത്തിന് താൻ BJPയെയും മോദിയെയും വെല്ലുവിളിക്കുകയാണെന്നും സിദ്ധു പറഞ്ഞു. താൻ ഇവിടെ എത്തിയിരിക്കുന്നത് തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണെന്നും ഒന്നായ ഇന്ത്യക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനും വേണ്ടി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷത്തെ രാഹുലിന്റെ ഭരണം 50 വർഷത്തിന്റെ ഗുണം ചെയ്യും. 15 ലക്ഷം രൂപ തരുമെന്ന് മോദി കള്ളം പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും മോശപ്പെട്ട 5 വർഷങ്ങളാണ് കടന്നുപോയതെന്നും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ശക്തി തെളിയിക്കാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണെന്നും സിദ്ധു പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.